ഫെഡറൽ ബാങ്ക് ഓഫർ ചെയ്യുന്ന ഒരു സേവിങ്സ് അക്കൗണ്ട് വേരിയൻ്റാണ് യുവമിത്ര. പേര് പോലെ തന്നെ യുവാക്കളെ ടാർഗറ്റ് ചെയ്താണ് ഈ ഒരു അക്കൗണ്ട് അവർ അവതരിപ്പിച്ചത്. സ്റ്റുഡൻസിനാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. ഏജ് കണ്ടീഷൻ വരുന്നത് 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. പക്ഷേ മുൻപ് 18 വയസ്സിന് താഴെയുള്ള മൈനേഴ്സിനും ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. എൻ്റെ ആദ്യത്തെ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു യുവമിത്ര അക്കൗണ്ടാണ്. അന്ന് ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് ഏജ് 16 17 ആയിരുന്നു. ആ ഒരു സമയത്താണ് ഈ ഒരു അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. സോ മൈനേഴ്സിന് മുൻപ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. ഇപ്പം നിലവിൽ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. 25 വയസ്സാകുവാൻ നേരത്തെ ഈ ഒരു അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ വേറെ ഏതെങ്കിലും ഒരു വേരിയൻറ്റിലേക്ക് കൺവേർട്ട് ആകും. ഈ ഒരു യുവമിത്ര അക്കൗണ്ട് എന്ന് പറയുന്നത് സീറോ ബാലൻസ് അക്കൗണ്ടാണ്. പ്രത്യേകിച്ച് ഇത്ര രൂപ മന്ത്ലി മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം, അങ്ങനെയുള്ള കണ്ടീഷൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ 25 വയസ്സാകുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ട് വേരിയൻറ്റിലേക്ക് മാറും. ഒന്നെങ്കിൽ ഡിലീറ്റ് അക്കൗണ്ട് ആകാം, അല്ലെങ്കിൽ പ്രൈഡ് അക്കൗണ്ട് ആകാം, അല്ലെങ്കിൽ ക്ലബ് അക്കൗണ്ട് ആകാം. എൻ്റേത് ഡിലേറ്റ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് വേരിയൻറ്റിലേക്കാണ് ഓട്ടോമാറ്റിക്കായിട്ട് 25 വയസ്സായപ്പോൾ മാറിയത്. അതിനകത്ത് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത് 3000 രൂപയാണ്. ഇനി ഒരു യുവമിത്ര അക്കൗണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് ഇതിനകത്ത് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു ബെനിഫിറ്റ് നമുക്ക് ഹാഫ് ഇയറിൽ നമുക്ക് 20 ചെക്ക് ലീവ്സ് നമുക്ക് സൗജന്യമായിട്ട് കിട്ടും. ആ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് നമുക്ക് അഡീഷണൽ ചെക്ക് ലീവ്സ് വേണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. മറ്റൊന്ന് നമുക്ക് ക്വാർട്ടർലി ഒരു ഫോളിയോ സൗജന്യമാണ്. മൊബൈൽ അലർട്ട് നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട്. ഫെഡ് മൊബൈൽ ബാങ്കിങ് ഫെസിലിറ്റി വരുന്നുണ്ട്. ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി വരുന്നുണ്ട്, അത് സൗജന്യമാണ്. ഇമെയിൽ അലർട്ട് സൗജന്യമാണ്. പിന്നെ നമുക്കിതിന് കൂടുതൽ നമുക്ക് ഡെബിറ്റ് കാർഡ് കിട്ടുന്നുണ്ട്. ഇത് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ആണിപ്പോൾ അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് കാർഡും ഫെഡറൽ ബാങ്ക് ഈ ഒരു അക്കൗണ്ട് വേരിയന്റിൽ അവർ നൽകുന്നുണ്ട്. മാസ്റ്റർ കാർഡ്, ക്രൗൺ ഡെബിറ്റ് കാർഡാണ് അവർ ഓഫർ ചെയ്യുന്നത്. ഇനി എങ്ങനെ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും? ഓൺലൈനായിട്ട് പോയി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് ഓഫ്ലൈനായിട്ട് ബ്രാഞ്ചിൽ പോയിട്ട് ഫോം വാങ്ങിയോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ നിന്നും ഫോം ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്തോണം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. ഇതിന് വേണ്ട ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏജ് വരുന്നത് 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ ഒരു എഡ്യൂക്കേഷൻ ക്രൈറ്റീരിയ വരുന്നുണ്ട്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം, അങ്ങനെയുള്ളവർക്കാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. ഒന്നെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്നവർക്കൊക്കെ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡേഴ്സിനൊക്കെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ ഒരു അറ്റസ്റ്റേഷൻ നമ്മൾ വാങ്ങേണ്ടതായിട്ടുണ്ട് ഒരു ഫോമിൽ. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനാണ് ഈ ഒരു അക്കൗണ്ട് പ്രധാനമായിട്ടും ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ വേണ്ട ഡോക്യുമെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമുക്ക് ഒരു 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് നമ്മൾ 10th പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കണം. പിന്നെ KYC ഡോക്യുമെന്റ്സ് വേണം. നമ്മൾ ID പ്രൂഫ്, അതുപോലെ അഡ്രസ് പ്രൂഫ്, പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ വോട്ടർ ID കാർഡോ ആധാറോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ID പ്രൂഫ്, അതുപോലെ അഡ്രസ് പ്രൂഫ് നമ്മൾ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മളുടെ പഠിക്കുന്ന ഒരു സ്കൂൾ അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നമ്മൾ അറ്റസ്റ്റേഷൻ വാങ്ങണം. ആ ഒരു ഫോമിൽ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്ത് വാങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നൽകേണ്ടതായിട്ട് വരുന്നത്. ഇനി ഒരു അക്കൗണ്ടിൽ കിട്ടുന്ന ഡെബിറ്റ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ രീതിയിൽ മാസ്റ്റർ കാർഡ് വേരിയൻ്റ് ക്രൗൺ കാർഡാണ്. ക്രൗൺ കാർഡാണ് അവർ നോർമലി അവരുടെ മിക്ക അക്കൗണ്ടിൽ നൽകുന്നത്. ഇപ്പോൾ ഡിലീറ്റ് അക്കൗണ്ട് ആണെങ്കിലും ഒക്കെ നൽകുന്നത് ക്രൗൺ കാർഡാണ്. ഈ ഒരു ക്രൗൺ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ജോയിനി ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നുണ്ട്. 350 രൂപ പ്ലസ് GST ആണ് നിലവിലെ ജോയിനി ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും. സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞ് ഈ ഒരു ചാർജിൽ പ്രത്യേകിച്ച് കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല, ചാർജ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ആനുവൽ ചാർജ് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ നോർമലി ഉള്ളതുപോലെ ബാധകമാണ്. നമ്മൾ ഒരു വർഷം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ POS അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ നമ്മളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ചാർജ് 350 രൂപ പ്ലസ് GST നമുക്ക് വേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഡെബിറ്റ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി ATM വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് 50,000 രൂപയാണ്. ഡെയിലി ഷോപ്പിംഗ് ലിമിറ്റ് വരുന്നത് 3 ലക്ഷം രൂപയാണ്. അങ്ങനെ ഡെയിലി ടോട്ടൽ ലിമിറ്റ് വരുന്നത് 3.5 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് ടാപ്പ് ആൻഡ് പേ ചെയ്യാനായിട്ട് സാധിക്കും. സപ്പോർട്ടഡ് ആണ്. 5,000 രൂപയിൽ താഴെയുള്ള പേയ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് പിൻ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും. പിന്നെ റിവാർഡ് പോയിന്റ് വരുന്നുണ്ട്. ഒരു 200 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫെഡറൽ റിവാർഡ് പോയിന്റ് കിട്ടും. ഈ ഒരു റിവാർഡ് പോയിന്റ് നമുക്ക് പിന്നീട് നമുക്ക് റീചാർജ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റ് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് ഓഫേഴ്സൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് PVRലാണെങ്കിലും ബുക്ക് മൈ ഷോയിലൊക്കെ ആണെങ്കിലും നമുക്ക് മിക്കപ്പോഴും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും ഫെഡറൽ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡിന്. അതിനായിട്ട് നമുക്ക് ഈ ഒരു കാർഡ് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. ഈ ഒരു യുവമിത്ര അക്കൗണ്ടും 18 വയസ്സുള്ളവർക്കാണ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു സെയിം കാറ്റഗറിയിൽ നമുക്ക് സെൽഫി അക്കൗണ്ട് വരുന്നുണ്ട്. സെൽഫി അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് 25 വയസ്സ് കഴിഞ്ഞാലും ഈ ഒരു അക്കൗണ്ട് നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു സ്റ്റുഡൻസ് അക്കൗണ്ടാണ്. സ്റ്റുഡൻസ് റിലേറ്റഡ് ആയിട്ട് ഓഫേഴ്സും മറ്റു ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പറയാം ഈ ഒരു അക്കൗണ്ടിന് ഒരു പ്രസക്തി ഉണ്ടെന്ന്. പക്ഷേ ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഇതിനൊരു വലിയ പ്രസക്തിയോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. കാരണം അങ്ങനെ സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്ത് പ്രത്യേകിച്ച് ഓഫേഴ്സോ കാര്യങ്ങളോ അവർക്ക് അഡീഷണൽ ഡിസ്കൗണ്ടോ അങ്ങനെ ഒന്നും നൽകുന്നില്ല. ഇപ്പോൾ കാനറ ബാങ്കിൻ്റെ ആസ്പെയർ അക്കൗണ്ടൊക്കെ ആണെങ്കിൽ അതിന് ഒരു ഏജ് ലിമിറ്റ് വരുന്നുണ്ട്. ഇന്ന ഏജ് വരെയാണ് നമുക്കത് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ടൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. പക്ഷേ നമുക്ക് സ്റ്റുഡൻസ് റിലേറ്റഡ് ആയിട്ട് ഓഫേഴ്സും ലോണിലൊക്കെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു അക്കൗണ്ടിനേക്കാൾ ബെറ്റർ ആയിട്ട് വരുന്നത് സെൽഫി അക്കൗണ്ടാണ്. സെൽഫി അക്കൗണ്ട് ആണെങ്കിൽ ലൈഫ് ലോങ് അത്
ഒരു സീറോ ബാലൻസ് അക്കൗണ്ടാണ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനകത്തും ക്രൗൺ ഡെബിറ്റ് കാർഡാണ് വരുന്നത്. ഈ പറഞ്ഞ സെയിം ചാർജും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. റിവാർഡ് പോയിന്റ് കിട്ടും, എല്ലാം സെയിം ആണ്. സോ ഈ ഒരു സെൽഫി അക്കൗണ്ട് ഉള്ളപ്പോൾ ഈ ഒരു യുവമിത്ര അക്കൗണ്ടിന് പ്രത്യേകിച്ച് പ്രസക്തി ഇപ്പോൾ നിലവിൽ കാണുന്നില്ല. ഇല്ലെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ യുവമിത്ര അക്കൗണ്ടിന് പ്രത്യേകിച്ച് എന്തെങ്കിലും സ്റ്റുഡൻസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഡെബിറ്റ് കാർഡ്, ക്രൗൺ വേരിയൻറ്റ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ATM വഴി അൺലിമിറ്റഡ് ATM ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും. ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും. അതർ ബാങ്കിൻ്റെ ATM ആണെങ്കിൽ നമുക്ക് ഒരു മാസം ഫൈനാൻഷ്യൽ പ്ലസ് നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ മൊത്തം നമുക്ക് 5 ട്രാൻസാക്ഷനാണ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. മെട്രോ ഏരിയ ആണെങ്കിൽ 3 ട്രാൻസാക്ഷനാണ് ഒരു മാസം സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അത് കഴിഞ്ഞാൽ ചാർജ് ആപ്ലിക്കബിൾ ആണ്. ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 23 രൂപ പ്ലസ് GST, നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 12 രൂപ പ്ലസ് GST സർവീസ് ചാർജ് ആയിട്ട് ഈടാക്കുക. സോ ഇതൊക്കെയാണ് ഫെഡറൽ ബാങ്ക് ഓഫർ ചെയ്യുന്ന യുവമിത്ര അക്കൗണ്ട് വേരിയന്റിന്റെ വിശദാംശങ്ങൾ. നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി